ഭക്ഷണ സമയത്ത് നടന്നതുപോലെ കലാപമൊന്നും നടന്നില്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരുത്തം വീഴും. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ടാ ഇത്ര പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കുന്നത്. അത് വേണം. എന്നാ ഓക്കെ, ഞാൻ വിളിക്കാം. പിന്നെ ആന്റി, സത്യം പറഞ്ഞ ഹരിതയെ ന്യായീകരിച്ച് ആന്റി ഒരുപാട് സംസാരിക്കരുത്. കാരണം ചില കാര്യങ്ങൾ മനസ്സിൽ കയറിയാൽ പിന്നെ തീരെ കൺട്രോൾ കിട്ടുന്ന കൂട്ടത്തിലല്ല അവള്. എനിക്ക് തോന്നുന്നത് സൂര്യൻ നന്ദിനിയും അവളൊരു എയിമായി സെറ്റ് ചെയ്ത് കഴിഞ്ഞു വന്ന. അതിന് എനിക്കവളെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ മോനെ. അവള് സംസാരിക്കുന്നത് എന്റെ കുടുംബത്തിന്റെ അന്തസ്സിനെ കുറിച്ചാണ്. ആന്റി, ഞാൻ പറഞ്ഞേ ഉള്ളൂ. രഞ്ജിത്തെ, കുറച്ചു നേരം ഈ കാര്യം ഒന്ന് സംസാരിക്കാതിരിക്കാൻ പറ്റുമോ? ഡാഡി ആകെ ടെൻഷനില്ല. അല്ലെങ്കിലും എനിക്കിത് സംസാരിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. എന്തായാലും ആരും ഭക്ഷണം കഴിച്ചിട്ടില്ല. എല്ലാരും വന്ന് ഇതെങ്കിലും എടുത്ത് കഴിക്കാൻ നോക്ക്. എനിക്കെന്തായാലും വേണ്ട മമ്മി. താമസിയാതെ ഇവിടെ വേറൊരു വേലക്കാരി വേണ്ടി വരും. എന്തെങ്കിലും കഴിക്കുന്നതേ അന്തസ്സോടെയെങ്കിലും കഴിക്കാലോ. മോള് സൂര്യക്ക് ഭക്ഷണം കൊടുക്കണം കേട്ടോ. കൊടുക്കാം സർ. മോളും കഴിക്കണം. കഴിക്കാം. എന്തുറ്റി? ഏട്ടാ, ഏട്ടാ എന്തു പറ്റി? എന്താ അവിടെ? എന്തു പറ്റി? ഡാഡി, വാട്ട് ഹാപ്പൻ? എന്താ? ഒന്നുമില്ല. എന്തേലും കുഴപ്പമുണ്ടോ ഡാഡി? അയ്യോ ഡാഡി, അറിയില്ല ഡാഡി, എന്ത് പറ്റിയത്? മൈ ഗോഡ് ഡാഡി, ഡാഡി, അയ്യോ എന്ത് പറ്റിയെന്നറിയില്ല. ആപ്പിൾ കഴിച്ചപ്പോ മുതലേ ഒമിറ്റ് ചെയ്യുന്നു. ഡാഡി, സൂര്യ, ഉദയക്ക് എന്തോ പ്രോബ്ലം ഉണ്ട്. ഉടനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. ഡാഡി, മോനെ മോനെ പിടിച്ചോ. ഏട്ടാ ഒന്ന് പിടിച്ചു. ഒന്ന് പിടിച്ചേ. പിടിക്ക്. ഡാഡി, സൂക്ഷിച്ച്. ബി കെയർഫുൾ. ഉദയ് വളരെ സന്തോഷത്തിലായിരുന്നു.
കൂടെ എന്നോട് പറഞ്ഞു. പത്മയുടെ അടുത്തെത്തിയപ്പോ രഞ്ജിത്തിന്റെ വിവാഹത്തെ കുറിച്ച് സംസാരിച്ചപ്പോ ഇതുവരെ അനുഭവിക്കാൻ പറ്റാത്തൊരു സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നുണ്ടെന്ന്. എന്നിട്ടിപ്പോ കണ്ടില്ലേ, എന്റെ ഉദയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ. വന്ദന, ഒന്ന് സമാധാനത്തിലിരിക്കെ. ഏട്ടനൊന്നും സംഭവിക്കില്ല. നമുക്ക് ഏത് ഹോസ്പിറ്റലിൽ വേണമെങ്കിലും കൊണ്ടുപോവാം. മമ്മി, മമ്മി, ഏയ്, അയ്യോ, മോളെ, അമ്മ വളരെ അപ്സെറ്റ് ആണ്. മോള് ചെന്നൊന്ന് ആശ്വസിപ്പിക്കുക. മമ്മി, ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. ഡാഡിക്കൊന്നും സംഭവിക്കില്ല. എവറിത്തിങ് വിൽ ബി ഓൾ റൈറ്റ്. ഡോണ്ട് വറി മമ്മി. ഡോക്ടർ, ഏട്ടന്റെ കണ്ടീഷൻ കുറച്ച് പ്രശ്നമുണ്ട്. BP വളരെ താഴ്ന്നിരിക്കുക. അയ്യോ പൾസും വളരെ വീക്കാ. ഡോക്ടർ, എല്ലാവരുടെയും കൂടെ സംസാരിച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഇങ്ങനെ സംഭവിച്ചത്. ഓക്കെ,